നൂറ്റാണ്ടുകളോളം പേർഷ്യയായിരുന്നു പാശ്ചാത്യ ലോകത്തിന് ഇറാൻ. 1935 ഇറാനിയൻ ഭരണാധികാരിയായിരുന്ന റസാ ഷാ പഹ്ലവി പേർഷ്യയിൽ നിന്ന് ഇറാൻ എന്ന് പേര് മാറ്റുന്നതുവരെ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ഇറാനും അതിൻ്റെ പേർഷ്യൻ സംസ്കാരത്തിനും. സൈറസ് ചക്രവർത്തിയുടെ അക്യുമെനിയുടെ സാമ്രാജ്യം മുതൽ ഇന്ന് മൊജ്തബ ഖമനേയി വരെ നീളുന്ന മഹത്തായ പേർഷ്യൻ സംസ്കാരത്തിൻ്റെ കഥ, ഇന്നും വികസിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ സംസ്കാരത്തിൻ്റെ കഥ. BC 6-ാം നൂറ്റാണ്ടിൽ സൈറസ് ചക്രവർത്തിയുടെ കീഴിൽ ഉദയം കൊണ്ട അക്യുമെനിയുടെ സാമ്രാജ്യം മുതൽ ആരംഭിക്കുകയാണ് ഇറാൻ്റെ സംസ്കാരം. പേർഷ്യ എന്ന പേര് എങ്ങനെ വന്നു? എന്താണ് പേർഷ്യയുടെ പൗരാണികത്വം? പേർഷ്യ പിന്നീടെങ്ങനെ ഇറാനായി? ഇന്നത്തെ ഇറാനിലേക്കുള്ള മാറ്റത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? മധ്യേഷ്യയെയും മെസൊപ്പൊട്ടേമിയയെയും ബന്ധിപ്പിക്കുന്ന ഭൂപ്രദേശമായിരുന്നു പണ്ടുകാലത്ത് പേർഷ്യ എന്നറിയപ്പെട്ടിരുന്ന ഇറാൻ. BC 6-ാം നൂറ്റാണ്ടിലാണ് സൈറസ് ചക്രവർത്തിയുടെ കീഴിൽ അക്യുമെനിയുടെ സാമ്രാജ്യം ഉദയം കൊള്ളുന്നത്. പക്ഷേ അതിനും എത്രയോ മുൻപ് BC 30-ാം നൂറ്റാണ്ട് മുതൽ തന്നെ പേർഷ്യൻ സംസ്കാരത്തിനും നാഗരികതയ്ക്കും അടിത്തറ പാകപ്പെട്ടിരുന്നു. BC 3000-ൽ ഇലാം നാഗരികതയും BC 1500-ഓടെ ഇൻഡോ ആര്യൻ ജനവിഭാഗങ്ങളും പേർഷ്യക്കാരും ചേർന്ന് പേർഷ്യൻ സംസ്കാരത്തിന് അടിത്തറയിട്ടു. പിന്നീടാണ് BC 6-ാം നൂറ്റാണ്ടിൽ അഥവാ BC 550-ഓടെ സൈറസിനു കീഴിൽ അക്യുമെനിയുടെ സാമ്രാജ്യം ഉദയം കൊള്ളുന്നത്. വിശാലമായ പ്രദേശങ്ങളും സങ്കീർണമായ ഭരണ സംവിധാനവും കൊണ്ട് വേറിട്ടതായിരുന്നു അക്യുമെനിയുടെ സാമ്രാജ്യം. സൈറസ് രണ്ടാമൻ്റെ ഭരണകാലയളവെന്നാൽ അഭൂതപൂർവമായ വികാസത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും കാലം കൂടിയായിരുന്നു. പിന്നീട് വന്ന ദാരിയസ് ഒന്നാമൻ, സെർക്സസ് എന്നീ ഭരണാധികാരികളിലൂടെ പേർഷ്യൻ സംസ്കാരം ചരിത്രത്താളുകളിൽ പതിപ്പിക്കപ്പെട്ടു. ദാരിയസ് ഒന്നാമൻ്റെയും സെർക്സസിൻ്റെയും ഭരണകാലയളവ് എന്നാൽ പേർഷ്യ അതിൻ്റെ സൈനിക ശക്തിക്കും കലാപരമായ മഹത്വത്തിനും കൂടി പേരുകേട്ട ഒരു കാലയളവായിരുന്നു. അക്യുമെനിഡ് മുതലിങ്ങോട്ടുള്ള ഈ മഹത്തായ സംസ്കാരത്തെ പേർഷ്യ എന്നാദ്യം വിളിച്ചത് പാശ്ചാത്യ ലോകമായിരുന്നു. പേർഷ്യ എന്ന വാക്ക് എങ്ങനെയുണ്ടായി? തെക്കുപടിഞ്ഞാറൻ ഇറാനിലെ ഒരു നഗരമാണ് പാർസ. പാർസ എന്ന നഗരത്തിൻ്റെ പേരിൽ നിന്നാണ് പേർഷ്യ എന്ന വാക്കിൻ്റെയും ഉത്ഭവം. പക്ഷേ സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും അതേ രാജ്യത്തിൻ്റെ തന്നെ ഒരു നഗരത്തിൻ്റെ പേരിൽ നിന്നാണ് പേർഷ്യ എന്ന വാക്കിൻ്റെ ഉത്ഭവമെങ്കിൽ പോലും ആ രാജ്യക്കാരല്ല പേർഷ്യ എന്ന വാക്ക് പ്രചരിപ്പിക്കാൻ മുന്നിട്ട് നിന്നത്. അതിന് മുന്നിട്ട് നിന്നത് ഗ്രീക്ക് ചരിത്രകാരന്മാരായിരുന്നു. പിന്നീട് അങ്ങോട്ട് പാശ്ചാത്യർ ഒന്നാകെ പേർഷ്യൻ സംസ്കാരത്തെ പേർഷ്യ എന്ന് വിളിച്ചു. പാശ്ചാത്യർ പേർഷ്യ എന്ന വാക്ക് ഉപയോഗിച്ചു തുടങ്ങിയ കാലം മുതൽ ഏതാണ്ട് AD 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോളം കാലം വരെ പേർഷ്യ എന്നു തന്നെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 1935-ൽ ആദ്യമായി ഇറാൻ എന്ന പേരുപയോഗിക്കുന്നത് അന്നത്തെ ഇറാനിയൻ ഭരണാധികാരിയായിരുന്ന റസാ ഷാ പഹ്ലവിയാണ്. ഇറാനിയൻ ജനത തന്നെ അവരുടെ ആര്യ സംസ്കാരത്തെ വെളിപ്പെടുത്തുന്ന തരത്തിൽ ആര്യന്മാരുടെ നാട് എന്ന രീതിയിൽ ഇറാനെ അയർയാൻ എന്ന് വിളിച്ചിരുന്നു. അയർയാൻ എന്ന ഈ വാക്കിൽ നിന്നാണ് ഇറാൻ എന്ന വാക്കിൻ്റെയും ഉത്ഭവം. ഇറാൻ്റെ തന്നെ പുരാതന ഗ്രന്ഥങ്ങളിലും സൊറോസ്ട്രിയൻ ഗ്രന്ഥങ്ങളിലുമടക്കം അയർയാൻ എന്ന വാക്ക് ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. ഇറാൻ്റെ ഏകീകൃത സാംസ്കാരിക സ്വത്വത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് അയർയാൻ അഥവാ ആര്യൻ എന്ന വാക്ക്. ഇറാന് അതിൻ്റെ പുരാതന ഭൂതകാലവുമായി ആധുനിക രാഷ്ട്രത്തെ കൂട്ടിക്കെട്ടാനുള്ള ഒരു ശ്രമമായിരുന്നു ഇറാൻ എന്ന നാമസ്വീകരണം. റസാ ഷാ പഹ്ലവിയാണ് ഇന്നത്തെ ഇറാനെ ഇറാൻ എന്ന് ആദ്യമായി പേര് വിളിച്ചതെന്ന് പറഞ്ഞല്ലോ. ഇന്നത്തെ ഇറാനിലെ മതഭരണകൂടത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ നാന്ദി കുറിച്ചതും ഇതേ റസാ ഷാ പഹ്ലവിയായിരുന്നു. 1970-കളുടെ അവസാനമായപ്പോഴേക്കും റസാ ഷാ പഹ്ലവിയുടെ ഷാ രാജവംശത്തിനെതിരെ ഇറാനിൽ വ്യാപകമായ പ്രക്ഷോഭങ്ങൾ അരങ്ങേറി തുടങ്ങിയിരുന്നു. ഇതിനിടെ സൈന്യത്തിനുള്ളിലെ ബഹുജന പ്രക്ഷോഭങ്ങളും കൂറുമാറ്റങ്ങളും കൂടിയായതോടെ 1979 ആയപ്പോഴേക്കും ഷാ രാജവംശം തകർന്നു. അന്ന് മതപുരോഹിതനായിരുന്ന ആയത്തുള്ള റൂഹുല്ല ഖൊമേനിയെ വിപ്ലവ നായകനായി കേന്ദ്ര ബിന്ദുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഇറാനിൽ അരങ്ങേറി. പ്രതിപക്ഷ എതിർശബ്ദങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട്
ഷായുടെ രഹസ്യ പോലീസായ സാവക്കിൻ്റെ മനുഷ്യാവകാശ വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടിയായതോടെ ഷാ രാജവംശം പാടെ തകർന്നു. 1979 ജനുവരി 16 റസാ ഷാ പഹ്ലവിക്ക് ഇറാൻ എന്ന രാജ്യം വിട്ട് പുറത്തേക്കോടേണ്ടി വന്നു. അതേ വർഷം 1979 ഫെബ്രുവരി 1 അതിനു മുൻപ് സമരകാലത്ത് ഫ്രാൻസിലേക്ക് നാടുകടത്തപ്പെട്ടിരുന്ന ആയത്തുള്ള റൂഹുല്ല ഖൊമേനി ഇറാനിലേക്ക് തിരിച്ചെത്തി. വിപ്ലവ നായകനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന ആയത്തുള്ള റൂഹുല്ല ഖൊമേനിക്ക് ഇറാൻ ജനത വമ്പൻ സ്വീകരണമാണ് നൽകിയത്. അങ്ങനെ ഇറാനിൽ മതഭരണകൂടം സ്ഥാപിക്കപ്പെട്ടു. ആയത്തുള്ള റൂഹുല്ല ഖൊമേനി ഇറാൻ ഭരണകൂടത്തിൻ്റെ ആദ്യത്തെ പരമോന്നത നേതാവായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇസ്ലാമിക വിപ്ലവത്തിനും ഇറാനിൽ പുതിയ മതഭരണകൂടം സ്ഥാപിക്കപ്പെട്ടതിനും ശേഷം ഇറാനിൽ പുതിയ രാഷ്ട്രീയ അസ്ഥിരതകൾ രൂപപ്പെടുകയായിരുന്നു. 79 ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്നുള്ള ഇറാനിലെ രാഷ്ട്രീയ അസ്ഥിരത മുതലെടുത്ത് അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ ഇറാഖ് ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈൻ ശ്രമിച്ചതാണ് ഇറാൻ-ഇറാഖ് യുദ്ധത്തിലേക്ക് വഴി തുറന്നത്. 1980 ആരംഭിച്ച യുദ്ധം 8 വർഷം നീണ്ടുനിന്നു. ഒടുവിൽ ഇരുപക്ഷത്തും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇരുവിഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് വിജയം അവകാശപ്പെടാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ 1988 ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിൽ വെടിനിർത്തൽ നിലവിൽ വന്നു. ഇന്നും ഇറാൻ മറ്റൊരു യുദ്ധത്തിലാണ്, മറ്റൊരു അതിജീവന പാതയിലാണ്. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച ഒരു യുദ്ധം. ഇന്ന് ആ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് തന്നെ പാടുപെടേണ്ടി വരുന്നു എന്നത് ചരിത്രത്തിൻ്റെ നിയോഗമായിരിക്കാം. ഇറാനെ ആണവ കരാറിൽ എത്തിക്കുക എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് ആരംഭിച്ച യുദ്ധം ഇന്നെത്തി നിൽക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലാണ്. നിങ്ങൾ ആ ഹോർമൂസ് കടലിടുക്കൊന്ന് തുറക്കൂ, യുദ്ധം അവസാനിപ്പിക്കാം എന്ന് പറയുന്നതിലേക്ക് ട്രംപിന് എത്തിച്ചേരേണ്ടി വന്നു. അല്ലെങ്കിൽ ഇറാൻ ട്രംപിനെ ആ നിലയിലേക്ക് എത്തിച്ചു. ഇനിയും ഏത് രീതിയിലാണ് ട്രംപ് യുദ്ധലക്ഷ്യം മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.